എൻ്റെ സഹോദരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തമെടുത്ത് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിലക്കാലുകളിലും മേൽപ്പടികളിലും പുരട്ടണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംവഹിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടപ്പാക്കും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ സംഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെ കുറിച്ചും എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ലെങ്കിലും നിങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് തീറ്റി പോറ്റുന്നു. വേഗാൽ എത്രയോ വിലപ്പെട്ടവനാണ് നിങ്ങൾ. ഉത്കണ്ഠ പോലെ ആയുസ്സുരതായിരിക്കും ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലപ്പെടുന്നു? വയലിൽ ലില്ലികൾ എങ്ങനെ വളരുന്നതെന്ന് നോക്കൂ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല. എന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിന്റെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്ന് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിരാണ് ഇവരെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ അർഹരാകുവാൻ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയുടെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെ സമാധാനത്തിനെ ഭവനമാക്കണമേ. ജീവിതത്തിലെല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരെ വളർന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ കുരിശിനാൽ മുദ്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ നിവസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. ഭൂമിയിൽ വെച്ച് ദാഹജലം നൽകി ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇവർക്ക് ലഭ്യമായ ജലം ആവശ്യമായ നില ലഭിക്കുമാറാകട്ടെ.
ഈ ജലം അങ്ങ് സമൃദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യുന്ന പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുകുടുംബത്തിന്റെ മാതൃകയായി ഈ കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ. മുട്ടുപാടുള്ളവരെ സഹായിക്കുവാനുള്ള സന്മനസ് നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ. കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ, നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളോട് അനന്തമായ സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണത്താനും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന് ഞങ്ങൾ നന്മയ്ക്കുമായി പ്രതിഷ്ഠിക്കുന്ന കർത്താവ് മിശിഹായുടെ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും സജീവ സാന്നിധ്യത്താലും രക്ഷാപര പ്രവർത്തിക്കാൻ വേണ്ടി ഗീതമായ രൂപം ഞങ്ങളിലുള്ളവാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ കർത്താവ് മിശിഹായുടെ രൂപം ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. അങ്ങയുടെ മുന്നിൽ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ യാത്രകൾ സ്വീകരിച്ച് അങ്ങയെ അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണ്ണനായി അങ്ങയുടെ ആഹ്വാനം അനുസരിച്ച് ജീവിത സാക്ഷികളായി ജീവിച്ച വിശുദ്ധരെ സ്വർഗത്തിലെ മാധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃക നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മാധ്യസ്ഥ യാചിച്ചോടെ ഞങ്ങൾ സ്ഥാപിക്കുന്ന വിശുദ്ധ പിതാവിന്റെ രൂപവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപവും ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനം അനുഗ്രഹീതമാകട്ടെ. ഭൂമിയെടുക്കും ലോകത്തിന്റെ പ്രകാശമായി ജീവിച്ച വിശുദ്ധരെ പോലെ സുവിശേഷ ചൈതന്യത്തിൽ വളരുവാനും മരണശേഷം സ്വർഗത്തിൽ അങ്ങേ മുഖാമുഖം ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിൽ കുറച്ച് കടല ഒരെണ്ണെടുക്കാൻ മനസ്സിലായ രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാൻ ആൾക്കാർ കേട്ടോ കൈമൂടില്ല.
കളിപ്പിക്കണം അച്ഛനും പേര് മാത്രം ബാക്കി അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ അതെല്ലാം പറഞ്ഞോട് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും ആയിക്കോട്ടെ. ഒരു ഗ്ലാസ് ചായ. ഹലോ ഇത് തണുപ്പിക്കും ഞാൻ എടുക്കാം. അര ഗ്ലാസ് ചായ, അര ഗ്ലാസ് ചായ അച്ഛനോട് കൊടുക്കണം. അത് വെള്ളം ഗ്ലാസ്സാ, അത് വെള്ളം ഗ്ലാസ്സാ. ഒരാറ്റാറ്റി എടുക്കടി, ചായ കുടിക്കാൻ അത്ര ഒരു ചൂടൊന്നുമില്ലേ. ഒരെണ്ണം കൊണ്ട് എടുക്കട്ടാ, ഒരെണ്ണം കൊണ്ട് എടുക്കും. എടുത്തോണ്ട് കേട്ടാ, കുറെ നേരമുണ്ട്. ഇത് അപ്പ തൊട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് സാരില്ല, അത് ഇതാവണം. പാല് കാച്ചൽ അതൊക്കെ അങ്ങനെയൊക്കെ വരും. അവര് വേറെ ഇത് വേറെ അടുപ്പുണ്ടെങ്കിൽ അത് കത്തിക്കാൻ വിറക് വേണ്ടേ? വിറകുണ്ട്. എന്നാലും അടുപ്പിലാണ് കത്തിക്കുക. അടുപ്പിൽ പാല് കഴിച്ച് ഗ്യാസുമ്മലും ഇനി വെക്കണ്ട, ഇനി തിളക്കട്ടെ. തിളച്ച് പൊക്കോട്ടെ. ആ തിളച്ച് പൊക്കോട്ടെ. അതിന് അച്ഛൻ 9:30 പരിപാടി ഒരെണ്ണം കൂടി വെച്ചോ. അത് വേണ്ട, മറ്റേ അപ്പൊ വേണ്ട, അതവിടെ വെച്ചോ. അപ്പൊ മറ്റേത് എടുക്കാം. പാല് കാച്ചി ഒരു തൊണ്ടതിന് പക്ഷെ നേരം വെള്ളിലോ പ്ലേറ്റ് അവിടെ പാലിന് തിളക്കണ്ടേ, അതിന് വേഗണ്ടേ. പേടിക്കണ്ട, അവിടെ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ. കറി കൊണ്ടാ ആരെ കൊണ്ടില്ല അത് പറയുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എപ്പോ കൊണ്ടുവരും? ഞാൻ 2-3 പ്രാവശ്യം വീട്ടിൽ കൊണ്ടാ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തോട്ട് ഞാൻ ഉണ്ടാ. തിളച്ച് കഴിഞ്ഞിട്ട് പോയി എടുത്തോളൂ. ഇവിടെ പാർക്കും തിരക്കൊന്നുമില്ല. തിരക്ക് അത് കുഴപ്പമില്ല, നമ്മളല്ലോ അല്ല അതൊക്കെ നേരത്തോടെ കൊണ്ട് ചമ്മതിയായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ. ഞാൻ കൊതുമ്പോടെ വെക്കി, ഒരെണ്ണം കൂടി വെക്കി, പിടിച്ച് നിൽക്കണ്ട, കത്തി വെച്ചാൽ മതി. ആ പാല് ചൂടായി വരണ്ടേ, ഇങ്ങോട്ട് തീയൊക്കെ തീ പുറത്ത് ഇങ്ങോട്ട് കത്തട്ടെ, അത് സമാധാനപ്പെടുക.
ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് അതന്നെ കുഴപ്പമില്ല. അത് ചൂടായ പൊന്തിക്കോളും. കത്തണ്ടത് അത് കത്തട്ടെ. പൊന്തി തുടങ്ങി പൊന്തി ചെറുതായിട്ട് വന്നിട്ട് തീരെ കത്തിയിട്ട് നടന്നല്ലേ അല്ലേ ജോലിക്ക് പോവാൻ ഗ്യാസ് ഉണ്ടല്ലേ? അപ്പൊ കാശ് വേണ്ട. കുറ്റി ഗ്യാസൊക്കെ അടിപൊളിയായിട്ടാ. ഇനിയൊന്നും ചെയ്യണ്ട.